നമസ്കാരം, എല്ലാവർക്കും അടുക്കള റാണിയിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളതുമായ ഒരു സ്വീറ്റ്സ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ആയ ഗാജർ കാ ഹൽവയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണിത്. ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടതിന് ശേഷം ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വേണം. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഹൽവ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 1/2 kg ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ക്ലീൻ ചെയ്ത ക്യാരറ്റ് ഞാനൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലിട്ട് ഗ്രേറ്റ് ചെയ്താലും മതി, അതല്ലെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. ഹൽവ തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഡ്രൈ ഫ്രൂട്ട്സ് കാജുവും ബദാമും ചെറിയ കഷ്ണങ്ങളാക്കിയത്, നെയ്യ് 1/4 കപ്പ്, പഞ്ചസാര 1/4 കപ്പ്, അതുകൂടാതെ ഞാൻ 1.5 കപ്പ് പാലും ഇവിടെ വെച്ചിട്ടുണ്ട്. ഹൽവ തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്ത് നെയ്യ് നന്നായി ഉരുക്കി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റില്ലേ അത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എപ്പോഴും ഹൽവ ഉണ്ടാക്കുന്നതിനായിട്ട് റെഡ് കളറിൻ്റെ ക്യാരറ്റാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്, ഓറഞ്ച് കളർ ക്യാരറ്റിനെക്കാട്ടിൽ. നിങ്ങൾക്ക് റെഡ് കളർ ക്യാരറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഓറഞ്ച് കളർ ക്യാരറ്റ് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി ടേസ്റ്റ് ഇതിനായതുകൊണ്ട് ഞാനിവിടെ റെഡിഷ് കളറിൻ്റെ ക്യാരറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് സമയം തുടരെ ഇളക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം സ്റ്റൗ വെക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കളറ് കുറച്ച് ചേഞ്ച് ചെയ്യുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നോക്കൂ, ഈ ക്യാരറ്റിൻ്റെ നിറം വളരെ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. പഞ്ചസാര മെൽറ്റായിട്ട് ഇതുമായിട്ട് ഗാജറിലേക്ക് അങ്ങ് അബ്സോർബ് ചെയ്യും. ആ സമയം വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് കഴിയുമ്പോഴേ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചിലവർ പഞ്ചസാര പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ചേർക്കുന്നതാണ്. ഞാനിവിടെ ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് മെൽറ്റ് ചെയ്തതിന് ശേഷമാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലാണ് ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം 1.5 കപ്പ് പാല് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ ഗാജറിന് 1.5 കപ്പ് പാലാണ് ആവശ്യം. പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയമായിട്ടുണ്ട്, അത് വറ്റി വരുന്നുണ്ട്. പാല് നന്നായിട്ട് വറ്റി കിട്ടണം. ആ സമയം വരെ നമ്മളിതിങ്ങനെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കരുത്, അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, അങ്ങനെ കണ്ടിന്യൂസ് ഇളക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പാലെല്ലാം വറ്റി നല്ല ഡ്രൈ ആയതിനു ശേഷം ഇതിനകത്ത് നെയ്യ് തെളിഞ്ഞ് വരും. ആ സമയം വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഹൽവ അങ്ങനെ തയ്യാറായി വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാർട്ടികളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സാണിത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാജുവും ബദാമുമാണ് ചെറിയ ചെറിയ പീസാക്കി വെച്ചിരുന്നത്. അത് 1/4 കപ്പാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
കിസ്മിസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. പൊതുവേ പക്ഷേ ഗാജറിൻ്റെ ഹൽവയിൽ നമ്മൾ ഈ കാജു ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ ഗാജറിൻ്റെ ഹൽവ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഗീ ഒക്കെ തെളിഞ്ഞ് വരുന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതനുസരിച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. കാരണം നമ്മൾ 1/2 കിലോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഹൽവ ഉണ്ടാക്കിയപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ക്യാരറ്റിൻ്റെ അളവ് കൂട്ടിയെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും അതനുസരിച്ച് കൂട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗാജറിൻ്റെ ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് ആൽമണ്ടൊക്കെ ഒന്ന് പീസാക്കിയിട്ട് അതും കൂടെ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ പ്ലേറ്റിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ട്രെയിൽ വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ക്യാരറ്റ് ഹൽവ അങ്ങനെ പീസായിട്ട് മുറിഞ്ഞ് വരത്തില്ല, സ്പൂൺ വെച്ചിട്ടാണ് കഴിക്കുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.